ശ്രീ ഫ്രാൻസിസ് ജോർജ്, അങ്ങയുടെ നാട്ടിൽ നിന്ന് ഒരു മന്ത്രിയുണ്ട് കേന്ദ്ര മന്ത്രിസഭയിൽ. മറ്റൊരു മന്ത്രി കൂടി നമുക്ക് കേരളത്തിൽ നിന്നുണ്ട്. റബ്ബർ കർഷകരുടെ വലിയ പ്രതിസന്ധി, മലയോര മേഖലകളിലെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട തീരാത്ത അതീവ ഗൗരവതരമായ പ്രതിസന്ധി. ആ പ്രതിസന്ധി പരിഹരിക്കാൻ 1000 കോടിയുടെ പദ്ധതി നമ്മൾ മുന്നോട്ട് വച്ചിരുന്നു. വയനാട്ടിലെ വലിയ ദുരന്തത്തിന് 2000 കോടിയുടെ പദ്ധതി മുന്നോട്ട് വന്നിരുന്നു. ഇപ്പോൾ 24,000 കോടി സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാർ വേണമെന്ന് പ്രത്യേകം പറയുന്നത്. ഇനിയിപ്പോൾ അത് അങ്ങനെയല്ല, കേരളത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് എന്ന കേന്ദ്രത്തിൻ്റെ വാദം കാരണം അത് തന്നില്ല എന്ന് ഇരിക്കട്ടെ. പക്ഷേ വിഴിഞ്ഞമടക്കമുണ്ടല്ലോ, പറയുകയാണെങ്കിൽ എണ്ണിപ്പറയാൻ പദ്ധതികളുണ്ട്. ഒരു പരിഗണനയും ഇല്ലാതെ പോയി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ വാദങ്ങളൊന്നും നിലനിൽക്കുന്നതേ അല്ലല്ലോ. അല്ല, തീർച്ചയായിട്ടും ഒരു പരിഗണനയും ഇല്ലല്ലോ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിഗണന ഉണ്ടായെങ്കിൽ പോട്ടെ, ബാക്കിയെല്ലാം പോകട്ടെ. വിഴിഞ്ഞം ഇത് കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണോ? ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു പദ്ധതി. അതിൽ നിന്ന് വരുമാനം തുടങ്ങിക്കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ വരുമാന സ്രോതസ് എന്ന് കേന്ദ്രത്തിന് ഉള്ള ഒരു വരുമാന സ്രോതസ്സാണത്. കേരളത്തിന് വളരെ ചെറിയൊരു അംശം മാത്രമേ കിട്ടാൻ പോകുന്നുള്ളൂ. ഇനി വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിഴിഞ്ഞം ഡീപ്പ് വാട്ടർ കണ്ടെയ്നർ ടെർമിനൽ എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. അതിന് സഹായം ചോദിച്ചിട്ട് പോലും പരിഗണിക്കാതെ, എന്തിനേറെ പറയുന്നത്, അതിന് തന്ന വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് പോലും ലോണാക്കി മാറ്റിയൊരു സർക്കാരാണ് കേന്ദ്രത്തിലിരിക്കുന്നത്. ലോകത്തൊരിടത്തും VGP അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അത് ഗ്രാൻഡാണ്, അതൊരിക്കലും ലോണാക്കാറില്ല. എന്തിനാണ് കേരളത്തിന് അത് ലോണാക്കിയത്? തൊട്ടടുത്ത് തമിഴ്നാടിൻ്റെ ട്യൂട്ടിക്കോറിൻ ഔട്ടർ ഹാർബർ പ്രോജക്റ്റ്, അത് ഗ്രാൻഡാണ് കൊടുത്തിട്ടുള്ളത്. ഇതേ മോഡലിലുള്ളൊരു പ്രോജക്റ്റാണ്. ഞാൻ സമീപനത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടി ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്. കേരളം ആവശ്യപ്പെട്ട ഒന്നും ഇപ്പം അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ റബ്ബറിൻ്റെ കാര്യത്തിലും വന്യജീവി സംഘർഷത്തിൻ്റെ കാര്യത്തിലും, ഇപ്പോൾ കാർഷിക മേഖല ഈ നമ്മളുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ ഗ്രോത്ത് എഞ്ചിൻ, ചാലകശക്തി എന്നാണല്ലോ വിശേഷിപ്പിച്ചത്. ഈ കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് ഈ ബജറ്റിൽ വന്നിട്ടുള്ളത്? കുറേ പദ്ധതികൾ ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൈം മിനിസ്റ്റർ ധന്യ കൃഷി യോജന, ബിൽഡിംഗ് റൂറൽ പ്രോസ്പെരിറ്റി ആൻഡ് റെസിലിയൻസ്, ആത്മനിർഭർ പൾസസ്, കോംപ്രഹെൻസീവ് പ്രോഗ്രാം ഫോർ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, മക്കാന ബോർഡ് ഇൻ ബീഹാർ, നാഷണൽ മിഷൻ ഓൺ ഹൈ യീൽഡിങ്സ്. ഇതൊക്കെ എന്ന് നടക്കാൻ? ആർക്ക്? ഇവിടുത്തെ കർഷകർ ആവശ്യപ്പെട്ട് ഇവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നാം കർഷക സമരം കഴിഞ്ഞ് രണ്ടാം കർഷക സമരത്തിൽ എത്തി നിൽക്കുക. ഒന്നാം കർഷക സമരം 700 കർഷകരിലേറെ മരിച്ചു. ഇപ്പോഴും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഇവിടെ അവരുടെ ആവശ്യം എന്താ? ഈ പറയുന്ന അവരധ്വാനിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ്, അത് ദേശീയ കാർഷിക കമ്മീഷൻ ശുപാർശ ചെയ്തതുപോലെ C2+50% ഫോർമുല അനുസരിച്ച് അത് നിയമപരമായി പാർലമെന്റിൽ ഒരു നിയമം കൊണ്ടുവന്ന് അത് പാസ്സാക്കി അവർക്ക് ഉറപ്പ് കൊടുക്കുമെന്ന് പറയാൻ, ഒരു പ്രഖ്യാപനം നടത്താൻ എന്താണ് ബുദ്ധിമുട്ട് ധനകാര്യമന്ത്രിക്ക്? അവരുടെ കടബാധ്യതകൾ ലക്ഷക്കണക്കിന് കോടി രൂപ ഓരോ വർഷവും വൻകിട കോർപ്പറേറ്റുകളുടെ എഴുതി തള്ളാറുണ്ട്. ഈ കർഷകരുടെ ഈ അധ്വാനിച്ച് നമ്മളെ തീറ്റിപ്പോറ്റുന്ന, ഇന്ന് ഈ രാജ്യത്തിന് വേറെ ഏതെങ്കിലും രാജ്യത്തെ ഭക്ഷ്യധാന്യത്തിന്റെ കാര്യത്തിൽ സഹായിക്കണമെന്നുണ്ടെങ്കിൽ അത് ആ നിലയിലേക്ക് ഈ രാജ്യത്തെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചത് ഇവിടുത്തെ കർഷകരല്ലേ? അവരധ്വാനിക്കുന്നതുകൊണ്ടല്ലേ, അവർ മഴയത്തും വെയിലത്തും മഞ്ഞത്തും രാപകലില്ലാതെ അധ്വാനിക്കുന്നതുകൊണ്ടല്ലേ ഈ രാജ്യം സ്വയം പര്യാപ്തത്തിലെത്തിയത്. അവരുടെ ഒരു കാര്യം വരുമ്പോൾ ഒന്നും പറയാനില്ല ഈ ബജറ്റിൽ. അവർക്ക് പെൻഷൻ ആവശ്യപ്പെട്ടു. അവർ ഈ രാജ്യത്തെ എല്ലാ വിഭാഗങ്ങൾക്കും പെൻഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ കാർഷിക മേഖലയെ പാടെ കുറെ പദ്ധതികൾ ഇങ്ങനെ പ്രഖ്യാപിക്കുക. ആ പദ്ധതികൾ കുറെ നടന്നു, നടന്നില്ലെങ്കിൽ നടന്നില്ല. ഇപ്പൊ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവിനെ കുറിച്ച് വ്യവസായ മേഖലയിൽ ബഹുമാനപ്പെട്ട ബ്രിട്ടാസ് സൂചിപ്പിച്ചില്ലേ? എന്ത് നടന്നു? എന്ത് പ്രയോജനം കിട്ടി? അതുപോലുള്ള പദ്ധതി പ്രഖ്യാപനമല്ല വേണ്ടത്. ഇന്ന് കാർഷിക മേഖലയിൽ ആവശ്യമായിട്ടുള്ള ഡയറക്റ്റ് ഇന്റർവെൻഷൻ, അവർക്ക് ഈ ഉടൻ തന്നെ പ്രയോജനം കിട്ടുന്ന രീതിയിലുള്ള ഇടപെടലും നടപടിയുമായിരുന്നു ബജറ്റിലൂടെ പ്രഖ്യാപിക്കേണ്ടത്. കേരളം നമുക്കറിയാമല്ലോ, റബ്ബറിന്റെ കാര്യം എത്ര നിർണായകമാണ്. അതൊരു തന്ത്രപ്രധാനമായ ക്രോപ്പാണ്, സ്ട്രാറ്റജിക് ക്രോപ്പ്, രാജ്യത്തിന് തന്നെ പ്രയോജനകരമായിട്ടുള്ളത്. റബ്ബർ ഇല്ലെങ്കിൽ ഈ രാജ്യം ചലിക്കുമോ? അത് ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ റബ്ബർ കർഷകരെ സഹായിക്കാൻ 1000 കോടി രൂപ ചോദിച്ചുള്ളൂ. ഒരു വർഷം ഈ പറയുന്ന ബ്രിട്ടാസ് സൂചിപ്പിച്ചതുപോലെ വർദ്ധിച്ച വലിയ തോതിലുള്ള ഇറക്കുമതിയിൽ നിന്ന് കിട്ടുന്ന ഇറക്കുമതി ചുങ്കം 25%. ആ ചുങ്കത്തിൽ നിന്ന് കിട്ടുന്നതിന്റെ ഒരു അംശമേ ഉള്ളൂ 1000 കോടി എന്ന് പറഞ്ഞാൽ. അത് തരാൻ പോലും തയ്യാറാകുന്നില്ല. വന്യജീവി സംഘർഷം, കേരളത്തിലെ ഒന്നിടവിട്ട ദിവസങ്ങൾ ആരെങ്കിലും മരണപ്പെടുന്നുണ്ട് വന്യജീവികളുടെ ആക്രമണങ്ങൾ മൂലം? ലോകത്തൊരിടത്തുമില്ല ഇങ്ങനെ ഒരു നിയമവും ഇങ്ങനെ വന്യജീവികളുടെ സംരക്ഷണത്തിന് വേണ്ടി മനുഷ്യരെ ബലി കൊടുക്കുന്ന ഒരു ഏർപ്പാട്. അതിനു വേണ്ടിയിട്ട് അതിനൊരു പ്രതിരോധം തീർക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ട്. അതുകൊണ്ടാണല്ലോ പണം ചോദിക്കുന്നത്. അത് ചോദിച്ചിട്ട് ഒരു പരിഗണന ആ കാര്യത്തിൽ തന്നു. പിന്നെ ഇവർ എന്ത് സഹായിച്ചു എന്നാ പറയുന്നത്? ഞങ്ങൾ ബീഹാർ ഓറിയന്റഡ് ബജറ്റാന്ന് പറഞ്ഞാൽ അത് തെറ്റാ? ബീഹാർ ഓറിയന്റഡ് അല്ലേ? ബഹുമാനപ്പെട്ട ബ്രിട്ടാസ് ചൂണ്ടിക്കാണിച്ചില്ലേ 6 പ്രാവശ്യം ബീഹാറിന്റെ പേര് പറയാമെങ്കിൽ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിലെങ്കിലും കേരളത്തിന് ഒരു സഹായം ചെയ്യുമെന്ന് പറയാൻ കഴിഞ്ഞില്ലല്ലോ ഗവൺമെന്റ്. നിശ്ചിതമായ വിമർശനമാണ് പ്രതിപക്ഷ എംപിമാരുടെ ഭാഗത്ത്. സ്വാഭാവികമായും അതാണ് ഉയർത്തുക.